എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇന്ന് ഞാൻ ഇട്ട രണ്ട് വീഡിയോ, ഇതിന് മുമ്പ് ഇട്ട രണ്ട് വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. സംഭവം ഇത്രേ ഉള്ളൂ, ഒന്നിലധികം ക്രിയേറ്റേഴ്സ് എന്നെ വിളിച്ചിട്ട്, ഒന്നല്ല ഒരു മൂന്നിലധികം ക്രിയേറ്റേഴ്സ്, കൃത്യം പറഞ്ഞ 4 പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ എല്ലാം തമാശയായിട്ട് ചെയ്യരുത്, നീ കുറച്ച് സീരിയസ് ആയിട്ട് വിഷയങ്ങളെ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ നിനക്ക് തമാശ മാത്രമേ ചെയ്യാൻ അറിയുള്ളൂ എന്ന് ആളുകൾ ചിന്തിക്കും, സീരിയസ് ആയിട്ട് ഒരു വിഷയത്തെ അപ്രോച്ച് ചെയ്യാൻ നിനക്ക് പറ്റില്ല എന്ന് ചിന്തിക്കും എന്നൊക്കെ പറഞ്ഞു. സോ ഞാൻ ഇന്ന് ചെയ്ത വീഡിയോ കുറച്ച് സീരിയസ് ആയിട്ട് ചെയ്തു. ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്ന ട്രോളിൽ നിന്നും കുറച്ച് ലൈറ്ററായിട്ട് ചെയ്തു. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഒരുപാട് പേർക്ക് ഞാൻ ചെയ്ത വീഡിയോ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ചെയ്തൊരു വീഡിയോയ്ക്കകത്ത് വന്ന കമന്റുകൾ വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പ്ലനേഷൻ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ, ഇതിന് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോ കണ്ടവർ ഒന്ന് കമന്റ് ചെയ്യുക. നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തമാശ ബേസ് ചെയ്ത് ചെയ്യുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം, അതോ ചില കാര്യങ്ങളെങ്കിലും സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നൊന്ന് കമന്റ് ചെയ്യുക. അറിഞ്ഞ് നിങ്ങളുടെ അഭിപ്രായത്തിൽ മാത്രം മുന്നോട്ട് പോകാൻ പറ്റൂ. നിങ്ങളെ കാണിക്കാനാണ്, നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഇഷ്ടപ്പെട്ടില്ല, അതിനകത്ത് കൂടുതൽ കഥയൊന്നുമില്ല, ഞാനിരുന്ന് മെഴുകിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. സോ പറ്റുന്നവരൊക്കെ ഒന്ന് റിപ്ലൈ തരിക. അപ്പോൾ കൂടുതലായിട്ട് നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ വീണ്ടും പ്രശ്നേഷ് തന്നെയാണ്. ഈ പ്രശ്നേഷ് ജാമ്യത്തിനും അദ്ദേഹത്തിന്റെ വണ്ടിച്ചെലവിനും അദ്ദേഹത്തിന്റെ ഒളിവിപ്പോക്ക് ചെലവിനും എല്ലാം കൂടെ ഒരു 70,000 രൂപയാണ് ചെലവാക്കി. ഈ 70,000 രൂപ എങ്ങനെ തിരിച്ചു പിടിക്കണം? മറ്റേ അമ്മയും അനിയത്തിയും അപരാധം പറഞ്ഞവർ തരാത്ത 2.5 ലക്ഷം രൂപ തിരിച്ചു പിടിക്കണം. അതുകൊണ്ട് ചരിത്രത്തിൽ ഉപരിയായി ഇപ്പോൾ ഒരു ദിവസം 2 വീഡിയോ വെച്ച് അണ്ണൻ പടച്ചു വിടുന്നുണ്ട്. ആദ്യം ഒരു വീഡിയോ ഇട്ടു, അത് 14 മിനിറ്റോളായിരുന്നു, അത് ഞാൻ റിയാക്ട് ചെയ്തു. അതിനകത്തൊന്നുമില്ല, കുറച്ച് വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ രണ്ടാമതൊരു വീഡിയോ ഇട്ടു, 30 മിനിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും അന്ന് അത്യാവശ്യം 70,000 രൂപ തിരിച്ചു കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാൻ വീഡിയോ കയറുന്നതേ ഉള്ളൂ. അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾക്ക് ഉള്ള മറുപടിയാണ് നമ്മൾ ഇന്നത്തെ പറയുന്നത്. മറുപടി പറയാൻ നീ ആരാ അവൻ്റെ കുടുംബത്തിൽ കയറി അഭിപ്രായം പറയാൻ പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് നമ്മൾ അഭിപ്രായം പറയും. അപ്പോൾ നമുക്ക് ആദ്യം അണ്ണൻ പറയുന്നത് കേൾക്കാം. എന്തിനാണ് അച്ഛൻ പോയതെന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ഇപ്പം എൻ്റെ അമ്മേനെത്തിയും പറയുന്നത് എൻ്റെ അച്ഛൻ പുണ്യാളനാണെന്നും എൻ്റെ അച്ഛൻ അവരോടുള്ള ഇഷ്ടത്തിൻ്റെ പുറത്ത് കാര്യങ്ങൾ ചെയ്താണെന്നൊക്കെയാണ്. അപ്പം 5.5 വർഷം ഇൻറ്റു, അതായത് പുള്ളിക്കാരൻ പറയുന്നത് അമ്മ ഇപ്പോൾ അച്ഛൻ പുണ്യാളനാണെന്നുള്ള രീതി പറഞ്ഞു. അങ്ങനെ പറഞ്ഞെങ്കിൽ കേട്ടില്ല. പക്ഷെ ഒരുപക്ഷെ നമ്മളിപ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും മകനെക്കാട്ടിലും എത്രയോ ഭേദമാണ് അച്ഛൻ എന്ന് ആ അമ്മയ്ക്ക് തോന്നിയത് പ്രശ്നമില്ലായിരുന്നു. കാരണം അച്ഛൻ നാണം കെടുത്തത് കുടുംബത്തിനിടെ മാത്രമേ ഉള്ളൂ, മകൻ നാണം കെടുത്തുന്ന മില്യൺസ് ഓഫ് ആളുകളുടെ ഇടയ്ക്കിലൊക്കെയാണ്. അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ തോന്നിയ കുഴപ്പമൊന്നുമില്ല. ഇനി ഈ പുള്ളിക്കാരൻ പറയുന്നത് സ്ഥിരം ആസ് യൂഷ്വൽ ഈ ഫാമിലി പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ മുതൽ പറയുന്ന പോലെ കണക്കാണ് പറയുന്നത്. പുള്ളിക്കാരൻ 6 വർഷം കുടുംബത്തെ നോക്കി. 6 വർഷം കൊണ്ട് ചോര നീരാക്കി ഞാൻ എത്ര രൂപ ഈ കുടുംബത്തിന് വേണ്ടി ചിലവാക്കി, അത്ര രൂപ ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടിരുന്നെങ്കിൽ, ഏതൊരു പടത്തിന് ദിലീപ് പറയുമല്ലോ 5 വർഷമാണ് ഞാൻ കളച്ചത്, ആ 5 വർഷം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് കളക്ടർ ആയെന്ന് പറയുന്ന പോലെ 6 പുള്ളിക്കാരൻ സേവ് ചെയ്തിരുന്നെങ്കിൽ പുള്ളിക്കാരൻ ഇപ്പൊ ആരായെന്ന് അറിയോ? 1 ലക്ഷപ്രഭു ആയിരുന്നു. ലക്ഷപ്രഭു. ആ ലക്ഷത്തിന്റെ കണക്ക് ഞാൻ കേൾപ്പിക്കാം. 10 രൂപ വെച്ച് കൂട്ടിയാൽ മതി ഇൻറ്റു 12 മാസം. അങ്ങനെ നോക്കുമ്പോൾ ഒരു 660. 660 എന്നുള്ളതൊക്കെ എങ്ങനെ പോയാലും ഒരു 7-8 ലക്ഷം രൂപ വരും. ഞാൻ വീടിന് വേണ്ടി ചിലവാക്കി ഏറ്റവും മിനിമം ആയിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ തരുന്ന പൈസ വീടിന് വേണ്ടി ചിലവിന് വേണ്ടി തന്നെയാണല്ലോ. അപ്പം വീടിന് വേണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങേരുടെ മക്കളാണ് ഞാനും എൻ്റെ അനിയത്തിയൊക്കെ. അപ്പോൾ ആ ചിലവ് അച്ഛൻ്റെ പൈസ വെച്ച് നോക്കണമായിരുന്നു. എന്നിട്ട് ഞാൻ പണിയെടുത്ത് ആ ചെലവ് അച്ഛൻ്റെ പൈസ വെച്ച് നോക്കണമായിരുന്നു. അതായത് പുള്ളിക്കാരൻ പറയുന്നത് എനിക്ക് അച്ഛൻ്റെ പൈസ വേണ്ട, ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് എൻ്റെ സ്വന്തം 2 കാലെടുത്ത് തറ കുത്തി വെച്ച് നിൽക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. എൻ്റെ കാലിൽ നിൽക്കുന്ന പൈസ, ഞാൻ ഉണ്ടാക്കുന്ന പൈസ, പക്ഷെ അച്ഛൻ്റെ പൈസ വേണം. ഈ അമ്മ ലോൺ അടയ്ക്കാൻ, അല്ലെങ്കിൽ വീടിന് എന്തായിരുന്നു ഒറ്റിയെടുക്കാൻ കൊടുത്ത പൈസ, നമ്മുടെ നാട്ടിൽ ഒറ്റി എന്ന് പറയുന്നത്, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് പറയത്തില്ല, പണയത്തിനെടുക്കാൻ, വീട് പണയത്തിനെടുക്കാൻ 5 ലക്ഷം രൂപ കൊടുത്തത് ഈ അച്ഛൻ ജീവിതാംശം കൊടുത്ത പൈസയാണ്. പിന്നെ അച്ഛൻ്റെ പേരിനുണ്ടായിരുന്ന ഒരു വീട് അമ്മയുടെ പേരിലേക്ക് എഴുതി വാങ്ങി, അതിപ്പോൾ വിറ്റ് പൈസ തരണമെന്ന് പറഞ്ഞേ. പക്ഷെ അച്ഛൻ്റെ പൈസ എനിക്ക് വേണ്ട, എനിക്ക് അച്ഛൻ്റെ പൈസ വേണ്ട. എനിക്ക് അച്ഛൻ അമ്മയുടെ പേര് തന്നല്ലോ, ഇപ്പൊ അത് അമ്മയുടെ പൈസ ആയല്ലോ, അമ്മയുടെ പൈസയ്ക്ക് നമുക്ക് അവകാശമുണ്ടല്ലോ. അച്ഛൻ്റെ പൈസ എനിക്ക് വേണ്ട, ഞാൻ അധ്വാനിക്കുന്ന പൈസ. എൻ്റെ അണ്ണ ഒന്ന് പറയണ പഠിക്കുന്ന സമയത്ത് വരെ പണിയെടുത്ത് ഉണ്ടാക്കുന്ന പൈസ മിച്ചം വെച്ച് എൻ്റെ അക്കൗണ്ടിൽ മിച്ചം വെക്കണം. അങ്ങനെ മിച്ചം വെച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ മിനിമം എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ വന്നേനെ. അങ്ങനെ വന്നാൽ എനിക്ക് ഈ അവസ്ഥയൊന്നും ഉണ്ടാകത്തില്ല. ഇപ്പം എൻ്റെ അമ്മേനെ ഓക്കെ, അതായത് പഠിക്കുന്ന സമയത്തും പുള്ളി ഉണ്ടാക്കിയ പണം പുള്ളി മിച്ചം വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 6,60,000 രൂപ, അപ്പോൾ ഒരു 8 ലക്ഷം രൂപ അണ്ണൻ്റെ അക്കൗണ്ടിൽ കണ്ടേനെന്നാണ് പറയുന്നത്. അണ്ണൻ ജനിച്ചന്ന് മുതൽ അതായത് തീരെ പൊടിയായി ജനിച്ചു, ഇവർ കയ്യിലേക്ക് റിസീവ് ചെയ്തു. അണ്ണന് പാമ്പേഴ്സ് മേടിച്ചത് മുതൽ, അന്ന് പാമ്പേഴ്സ് ഉണ്ടോന്ന് അറിയത്തില്ല, ഡയപ്പർ മേടിച്ച അന്ന് മുതൽ അണ്ണൻ കുടുംബത്തെ നോക്കിയത് 6 വർഷമാണ്. ഈ 6 വർഷത്തിന് മുമ്പ് വരെയുള്ള അണ്ണന് വേണ്ടി ചെലവാക്കിയ പണം താങ്കളുടെ മാതാവും താങ്കളുടെ പിതാവും എഴുതിയിട്ട്, ഞാൻ ഇവന് വേണ്ടി ഇത്ര രൂപ ചെലവാക്കിയില്ലായിരുന്നെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ ഇപ്പം ഇത്ര രൂപ സേവിങ്സ് ആയിരുന്നേ എന്ന് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ഈ പറയുന്ന 6 ലക്ഷത്തിന് മേളിൽ പോവാ കണക്ക്.
അപ്പോൾ അവർ കുറെ കാലം നോക്കിയല്ലോ, ഫുഡ് തന്നു, ഡ്രസ്സ് തന്നു, പല കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ നമ്മൾ കണക്ക് പറയുമ്പോൾ ഒരു പാല് വിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. അവരുടെ കണക്കിന് വിലയില്ല, അതെന്താ നമ്മൾ ചിലവാക്കുന്ന ഫണ്ടിന് വിലയില്ലേ എന്ന് അവർ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതാണ് സംഭവം. നമ്മൾ കുടുംബത്തിന് വേണ്ടി ചിലവാക്കിയിട്ട് നമ്മൾ കണക്ക് പറയാൻ പാടില്ല. കണക്ക് പറയണമെങ്കിൽ അതുപോലൊരു പ്രശ്നം വേണം. ഇത് 2.5 ലക്ഷം രൂപ ഗൾഫിൽ പോകാൻ കൊടുത്തില്ല. ഇവിടെ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് എൻ്റെ പേരിൽ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത പൈസ വെച്ച് ലീസിനെടുത്ത വീട്ടിൽ നിന്ന് എന്നെ എൻ്റെ ഭാര്യയും കൂടെ ഇറക്കി വിട്ടിട്ട് എന്റെ അക്കൗണ്ടിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്ത പൈസ, പക്ഷെ എന്റെ പൈസ അല്ല, അച്ഛൻ ജീവിതാംശം കൊടുത്ത പൈസയിൽ നിന്ന് 5 ലക്ഷം രൂപയും എന്റെ 2 ലക്ഷം രൂപയും കൂടെ ചേർത്ത് എന്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് എന്റെ പേര് വാടക. അത് നിങ്ങളുടെ പൈസ അല്ല, നിങ്ങളുടെ അമ്മയ്ക്ക് ജീവിതാംശം കൊടുത്ത പൈസ, നിങ്ങളുടെ അമ്മയ്ക്ക് അച്ഛൻ കൊടുത്ത പൈസ, അത് നിങ്ങൾ മേടിച്ചു കൊടുത്ത പൈസ ആയിരിക്കും, പക്ഷെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ അല്ല. അപ്പൊ എനിക്ക് മറ്റൊരാളുടെ സ്വത്ത് കണ്ടില്ല, എനിക്ക് മറ്റൊരാളുടെ സ്വത്ത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ ഇമാതിരി വൃത്തിയോട് പറയല്ലേ. നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട, സ്വന്തം അധ്വാനത്തിൽ സ്വന്തമായിട്ടുണ്ടാക്കിയ ഫണ്ടിൽ ജീവിക്കുക. അല്ലെങ്കിൽ പറ അച്ഛൻ്റെ ഫണ്ട് എനിക്ക് വേണം, എനിക്ക് ആ പൈസ ആവശ്യമുണ്ട്. ഇത് വേണ്ടാന്ന് പറയുകയും ചെയ്യും. മറ്റേ ആൾക്കാർ കിമ്പളം മേടിക്കുന്ന ലീല പോരട്ടെ, വന്നോട്ടെ, അതെന്താണത്? ഇവളുടെ അച്ഛൻ ഇവക്ക് ഗിഫ്റ്റ് കൊടുത്ത സാധനങ്ങളോ ഞാൻ അധ്വാനിച്ച് ഉണ്ടാക്കി എൻ്റെ പണി സാധനങ്ങളോ പോലും എടുക്കാണ്ട് വീട് കൊട്ടിയടച്ച്. അച്ഛൻ കൊടുത്തത് സ്ത്രീധനം അല്ലല്ലോ അല്ലേ? അങ്ങനെ ആകാൻ വഴിയില്ല. അണ്ണൻ നോ ഡൗറി, നോ ഗോൾഡ്, നോ ലിക്കർ മാരേജ് ആയിരുന്നു, സ്ത്രീധനമല്ല. മുന്നേ അവരെ സെറ്റാക്കി അവരെ ഒന്ന് സേഫ് ആക്കണമെന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അതായത് കറക്റ്റ് പറഞ്ഞാൽ ഇപ്പോഴത്തെ പണയത്തിന്റെ എമൗണ്ടും ഒക്കെ തിരിച്ചു മേടിച്ച് കുതിരപ്പന്തിയിലെ വീടും വിറ്റ് അവർക്ക് നല്ലൊരു വീടും സ്ഥലവും കൂടെ സെറ്റാക്കി അമ്മയുടെയോ അനിയത്തിന്റെയോ. കുതിരപ്പന്തിയിലെ വീട് അച്ഛൻ്റെ പേരിലുള്ള വീടാട്ടോ, അമ്മയുടെ പേരിലോട്ട് മാറ്റി. അത് വിറ്റിട്ട് ഇപ്പോഴും അച്ഛൻ ഉണ്ടാക്കിയ ഇതിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. 6 വർഷം കൊണ്ട് പണിയെടുത്ത് 6,60,000 രൂപ ചെലവാക്കിയതിൻ്റെ കടമാണ് പറയുന്നത്. ഒരു വീടിന്റെ ശരാശരി ചെലവെടുത്ത് നോക്കിയാൽ തന്നെ താങ്കൾ ഈ പറയുന്നതിന് മേളിലാണ്. അപ്പൊ താങ്കൾ കുറച്ചേ ചെലവാക്കിയിട്ടുള്ളൂ. എന്നിട്ട് ഇപ്പോഴും പറയുന്നത് ഡ്രസ്സ് മേടിക്കാൻ ഞാൻ കൊടുക്കത്തില്ല, വെനസ്ഡേ ബസാർ മേടിക്കാൻ ഞാൻ കൊടുക്കത്തില്ല, അങ്ങനെയല്ലേ KFCയുടെ വെനസ്ഡേ ഓഫർ, അതിന് കൊടുക്കത്തില്ല, റീചാർജ് ചെയ്ത് കൊടുക്കത്തില്ല, മറ്റേ നെറ്റ്ഫ്ലിക്സ്. ഇതൊക്കെയാണ് അണ്ണാ കണക്ക് പറയുന്ന സാധനങ്ങൾ, ഇതൊക്കെയാണ് അണ്ണാ സേവ് ചെയ്ത സാധനങ്ങൾ. അത് അമ്മ അനിയത്തിയും കൂടി തീരുമാനിക്കുന്ന പോലെ അവരുടെ പേരിൽ സെറ്റാക്കി അവരെ ഒന്ന് സ്റ്റേബിൾ ആക്കണം, എന്നിട്ട് വേണം പോകാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അതിനുവേണ്ടി ഞാൻ എത്ര എഫേർട്ട് ഇട്ടുണ്ടെന്നുള്ളത് വീഡിയോസ് കാണുന്നവർക്ക് അറിയാം. കാരണം ഞാൻ ആ ഉദയപത്തിലെ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് ആ വീടിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ. എന്റെ പൊന്നളിയ, വീഡിയോ കണ്ടു കഴിഞ്ഞ് എഫേർട്ട് അല്ല കാണുന്നത്. താങ്കൾ ഇരുന്ന് അപരാധം പറയുന്നുണ്ട്. താങ്കളുടെ വീഡിയോയിൽ താങ്കളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം വളരെ ചുരുക്കമാണ്. താങ്കൾ ഹെയ്റ്റ് ആണ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും മനസ്സിലാക്കൂ സുഹൃത്തെ, താങ്കൾ ഹെയ്റ്റ് ആണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഹെയ്റ്റ്, താങ്കളെ ഇഷ്ടമല്ല, താങ്കളെ കോമാളിയായിട്ടാണ് പല ആൾക്കാരും കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് പിന്നെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഇവനും ശരിക്കും പ്രശ്നം ഉണ്ടാക്കാൻ അറിയാം, ഇവ ഇപ്പോഴാണ് പ്രശ്നശാന്തി ചിന്തിച്ചു തുടങ്ങിയത്. ഇത്രയും നാൾ നിങ്ങളൊരു ജോക്കറായിട്ടാണ് കണ്ടോണ്ടിരുന്നത്. പഴം സാനിറ്റൈസർ ഒഴിക്കുന്നു, പെപ്സിയുടെ ഉണ്ടെങ്കിൽ സാനിറ്റൈസർ ഒഴിക്കുന്നു, സാനിറ്റൈസറിനകത്ത് മുങ്ങാൻകുഴി ഇടുന്നു. അതിനെക്കുറിച്ചുള്ള പ്രോപ്പർ കാര്യങ്ങൾ, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തോരം ഷെയർ ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ നമ്മളെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും. അത് ഒരു തെളിവായിട്ട് അവിടെ അവശേഷിക്കട്ടെ, നല്ല കാര്യം. പിന്നെ ഞങ്ങൾക്ക് ഇത് കണ്ടന്റ് ആക്കാനായിരുന്നെങ്കിൽ പ്രശ്നം തുടങ്ങിയപ്പോഴേ കണ്ടന്റ് ആക്കാൻ. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്ന് വെച്ചാൽ സിറ്റുവേഷൻ. പ്രശ്നം തുടങ്ങിയപ്പോഴാണെങ്കിലും പ്രശ്നം തുടങ്ങാത്തപ്പോഴാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ടന്റ് ആക്കിയത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ എത്ര ന്യായീകരിച്ചെന്ന് പറഞ്ഞാലും അത് നിങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ആക്കിയത്, അവരല്ലത് സോഷ്യൽ മീഡിയയിലോട്ട് കൊണ്ടുവന്നത്. ഇനി നിങ്ങൾ ഡോക്യുമെന്റ് ചെയ്യണമെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലല്ല ഡോക്യുമെന്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ആ വീഡിയോ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യണമായിരുന്നു ഈ പ്രശ്നം ഉണ്ടാക്കിയത്. സോഷ്യൽ മീഡിയയിൽ ഞങ്ങളുടെ നാക്കാൽ പറഞ്ഞിട്ടു, ഞങ്ങൾ റെക്കോർഡാക്കി, തെളിവായി. പിന്നെ നാളെ അനിയത്തിക്കും അമ്മയ്ക്കും വന്നിട്ട് എല്ലാ ദിവസവും ഇവൻ വന്ന് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്ന കുറെ ഡോക്യുമെന്റ് ഉണ്ടാക്കിയാൽ കിട്ടാൻ മതിയല്ലോ. എന്തോന്നൊക്കെയാണോ പറയുന്നത്? മാറി പറയുന്നത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഞങ്ങൾ വീഡിയോസ് ചെയ്തു തുടങ്ങിയത്, അത്രേ ഉള്ളൂ. അല്ലാതെ കണ്ടന്റിന് വേണ്ടിയല്ല. കണ്ടന്റിന് വേണ്ടിയായിരുന്നെങ്കിൽ ആദ്യമേ ചെയ്യാം. ആദ്യമേ നമുക്ക് പ്രോപ്പറായിട്ട് എൻ്റെ അനിയത്തി ചെയ്ത പോലെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് അവനൊരു ഭാഗം ക്ലിയർ ചെയ്തിട്ട്, അതായത് എന്താ വൃത്തികെട്ട കള്ളത്തരങ്ങളും കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങനെ വീഡിയോ ഓൺ ആയിക്കൊണ്ട്. അനിയത്തിയും കണക്കാണ്, ചേട്ടനും കണക്കാണ്, അമ്മയുടെ കാര്യം എനിക്ക് അറിയത്തില്ല കേട്ടോ. അമ്മ ഇതുവരെ പറഞ്ഞു വന്നിട്ടില്ല. കാരണം സഹോദരങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവും, സർവ്വസാധാരണമാണ്. സഹോദരങ്ങൾ വഴക്കുണ്ടാകണം, ടോം ആൻഡ് ജെറി ആയിരിക്കും സഹോദരങ്ങൾ തമ്മിൽ. പക്ഷേ ആ ഒരു പ്രശ്നത്തിനെ എങ്ങനെയൊക്കെ ഉരുത്തിരിച്ചെടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ പറയും, സഹോദരങ്ങളുള്ള ആളുകൾ പറയൂ, നിങ്ങൾ സഹോദരങ്ങളോട്ട് വഴക്കിടാത്ത ഒരാളെങ്കിലും ഉണ്ട്? ഒരാൾ. എനിക്കൊരു സഹോദരനുണ്ട്, ആണോ പെണ്ണോ സഹോദരിയോ സഹോദരനോ, വഴക്കിട്ടിട്ടേ ഇല്ല ഞങ്ങൾ. ഒരാളെ കാണിച്ചു തരുമോ? അതുണ്ടാവും, അത് പ്രായമായാലും ഉണ്ടാവും. പക്ഷെ അത് എങ്ങനെ നമ്മളതിനെ മാനേജ് ചെയ്യുന്നു, എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ഹാൻഡിലല്ല, സ്റ്റിയറിംഗാണ് ചെയ്തത്. അപ്ലോഡ് ചെയ്യിച്ചപ്പോൾ അതിൻ്റെ അകത്ത് അവള് പറയുന്ന കണക്കിന്റെ ഭാഗങ്ങൾ എവിടെ പോയി? അതൊക്കെ എന്ത് ചെയ്യും? അതായത് ഒരു മനുഷ്യൻ സംസാരിക്കണമെങ്കിൽ ആ മനുഷ്യൻ കറക്റ്റ് കാര്യമല്ലേ പറയുന്നത്. അതിനകത്ത് ഞാൻ ആ പറഞ്ഞത് ന്യായം കേട്ടോ. അപ്പൊ അവരിട്ടപ്പോഴത്തേനും ഈ പുള്ളിക്കാരൻ കൽപ്പിക്കുന്ന മാത്രമേ ഉള്ളൂ, പുള്ളിക്കാരി പറയുന്നില്ല. പുള്ളിക്കാരൻ ഇടുമ്പോഴത്തേനും പുള്ളിക്കാരൻ പറയുന്ന മാത്രമേ ഉള്ളൂ, പുള്ളിക്കാരി പറയുന്നില്ല. രണ്ടുപേരും നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേനും എനിക്ക് അനുകൂലമായിട്ട് ചെയ്യാനേ ഞാൻ നോക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ ന്യായീകരണമായിരിക്കും ഞാൻ ഇടുന്നത്.
അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മൾ കട്ട് ചെയ്ത് കളയും. അത് അവരും ചെയ്തു, അത് നിങ്ങളും ചെയ്തു, രണ്ടുപേരും ഇത് ചെയ്തു. അത് ഒന്നും വെട്ടിപ്പോയി. ഓക്കെ, രണ്ടുപേരും പൂർണ്ണമായ വീഡിയോ രണ്ടുപേരും വെളി വിടും, ബാക്കിയും കൂടെ മാറാം, നമുക്ക് റിയാക്ട് ചെയ്യാൻ കണ്ടന്റ് പോകും. കണക്ക് പറയേണ്ട കാര്യങ്ങളാ. എന്തൊക്കെ പറഞ്ഞ അതേ രീതിയിലാണ് ഞാൻ തിരിച്ച് കണക്ക് പറഞ്ഞത്. ഞാൻ അന്നം കൊടുക്കുന്നതിന് കണക്ക് പറയുന്നു, ഞാൻ മറ്റേത് മറിച്ചതും ഡ്രസ്സ് വാങ്ങിച്ചതിന് കണക്ക്, അതായത് ഞാൻ ഡ്രസ്സ് ഒന്നും ചെയ്തിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല, ഡ്രസ്സ് വാങ്ങിച്ച് കൊടുക്കണില്ല. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്തു. ഇനി സ്വന്തം കാലിൽ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവള് വീഡിയോ എടുത്തിട്ട് നൈസായിട്ടിരിക്കുമ്പോഴത്തേക്കും ലാസ്റ്റാണ് ഞാൻ ആ വീഡിയോ ഉണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇവൾ ഇത്ര നേരം കള്ളത്തരം പറഞ്ഞ എന്തിനാണെന്നുള്ളത്. അപ്പോൾ ഫോൺ പിടിച്ച് മേടിക്കുന്നതാണ് നിങ്ങൾ ആ വീഡിയോക്കകത്ത് കാണുന്നത്. അപ്പോൾ പറയുന്നത് വേറെയാണ്, സ്റ്റേറ്റ്മെന്റ് വേറെയാണ്. അതായത് നേരെ ചെന്ന് 4 അടി തുടർച്ചയായിട്ട് അടിച്ചു. കറക്റ്റ് 4. അതായത് ആ ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും കറക്റ്റ് അത് സ്ക്രിപ്റ്റ് ചെയ്ത ഡയലോഗ് ആണെന്നുള്ളത്. പക്ഷെ ഇവര് പറയുന്നതിനകത്ത് ഇത് യോജിക്കാമെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഈ 4 അടി എന്ന് എല്ലായിടത്തും പറയുന്നുണ്ട്, പക്ഷെ 4 അടിയുടെ പാടൊന്നും ഇങ്ങനെ കാണുന്നില്ല. ഇവര് പറയുന്നത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടില്ല. അവര് പറയുന്നത് സഹോദരനെ കൊടുക്കണ്ടെന്ന് കരുതിയിട്ട് ചെയ്തില്ലെന്നാണ് പറയുന്നത്. ഇവര് പറയുന്നത് എവിടെ പാടെവിടെ, വേർ ഇസ് ദ പാട് എന്നാണ് ഇവർ ചോദിക്കുന്നത്. അത് നമ്മൾ ആസ് പെർ ദ ലോജിക് തിങ്കിങ് ഇവർ പറയുന്ന പാടില്ല, അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടില്ല. അപ്പോൾ അടിയുടെ കാര്യം നമുക്ക് സംശയമാണ്. ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവൂടെ, സഹോദരങ്ങളല്ലേ, ചിലപ്പോൾ ഒന്ന് കൊടുത്തിട്ടുണ്ടാവും, 2 കിട്ടിയിട്ടുണ്ടോ. ചെറിയ വട കൊടുത്ത് വലിയ വട മേടിച്ചൊന്നും നമുക്കറിയത്തില്ല. പുള്ളിക്കാരൻ്റെ ഇവിടെ ഒരു വലിയ വട കിടപ്പുണ്ടായിരുന്നു, അപ്പൊ ചെറിയ വട അങ്ങോട്ട് കൊടുത്തോ നമുക്ക് അറിയത്തില്ല കേട്ടോ. എന്തായാലും കൊള്ളാം, ബാക്കി പറ. 2 കവളിലും പാടുണ്ടായിരുന്നു, 4 പേരിലുണ്ടായിരുന്നു, അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞത്. അങ്ങനെ 4 പേരിൽ വെച്ച് പാടുണ്ടായിരുന്നു. അല്ല, ഇത്രയും വീഡിയോ ഒക്കെ എടുക്കുന്ന ആൾക്കാര് അപ്പൊ എടുക്കാൻ പറ്റിയില്ല, സ്വരക്ഷയ്ക്ക് വേണ്ടി എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഒരു ഫോട്ടോ എടുത്ത് വെക്കാറുണ്ടല്ലോ മുഖത്ത് പാടുള്ളത്, എന്തുകൊണ്ട് ചെയ്തില്ല? കാരണം പാടില്ല. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ പാടും പാടിക്കൊണ്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ നാട്ടുകാർ കളസാക്ഷി പറയും പാടും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പാട് വേണം. പുള്ളിക്കാരൻ്റെ ഇവിടുത്തെ പാട് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. സഹോദരിയുടെ സൈഡിലെ പാടവിടെ എടുത്ത് സോഷ്യൽ മീഡിയ കാണിക്കണം, എന്നാലേ പാട് വിശ്വസിക്കാൻ പറ്റൂ. നിങ്ങൾ കോടതിയിലൊന്നും കാണിക്കാൻ പറ്റത്തില്ല, സോഷ്യൽ മീഡിയ കാണിക്കണം. പാടുണ്ടെങ്കിലും പാടില്ലെങ്കിലും താങ്കൾ തല്ലിയാലും ഇല്ലെങ്കിലും അതവർ കോടതിയിൽ പ്രൂവ് ചെയ്യുമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. സോഷ്യൽ മീഡിയയിലേക്ക് ഈ ഫാമിലി പ്രശ്നം വലിച്ചിടാതിരിക്കുക സുഹൃത്തെ. ബോധം ഉണ്ടെങ്കിൽ ചിന്തിക്കും. ഞാൻ വിചാരിച്ചത് നിങ്ങൾ വളരെ ഇന്റലിജന്റ് ആണെന്നാണ്, നിങ്ങൾ ഇത്ര നെഗറ്റീവ് ഫെയിം ഉണ്ടാക്കിയപ്പോഴത്തേനും. ഇപ്പോഴാണ് പുള്ളിയുടെ ധൈര്യം എന്ന് പറഞ്ഞാൽ ഈ കേസിൽ പുള്ളിക്ക് ജാമ്യം കിട്ടി. അപ്പൊ ജാമ്യം കിട്ടിയപ്പോഴത്തേനും ഇനി ഈ വിഷയത്തിൽ അറസ്റ്റ് ആവില്ല എന്ന് പുള്ളിയോട് പറഞ്ഞു. പക്ഷെ താങ്കൾ നിരന്തരമായിട്ട് വന്നിരുന്ന് വീണ്ടും സഹോദരിയെ അമ്മയ്ക്കും എതിരെ ഡിഫെയിം ചെയ്ത് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും ഒരു കേസ് അങ്ങോട്ട് വെച്ച് തരും. അപ്പോൾ കോടതി ലക്ഷ്യത്തിന് ഒരു കേസും കൂടെ നിന്റെ നെഞ്ചത്തോട്ട് വന്നിരിക്കും. അതൊന്ന് മനസ്സിലാക്കുക. മാക്സിമം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക. പണം ഉണ്ടാക്കാനാണെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കാനാണെങ്കിലും അമ്മയെ കുറ്റം പറയാനാണെങ്കിലും ഈ സമയത്ത് ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ക്ലീനിങ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തിടുക, ജാമ്യമൊക്കെ കിട്ടില്ല എന്നിട്ട് ഇത് കോടതിയിൽ ഹാൻഡിൽ ചെയ്യുക. സോഷ്യൽ മീഡിയയിലോട്ട് വലിച്ചിടാതെ 4 അവന്മാർ വന്നിരുന്നിട്ട് 4 അപരാധം പറയും. ഇതെല്ലാം കേൾക്കേണ്ടത് നിങ്ങളല്ലേ, നിങ്ങളുടെ കുടുംബത്തിനിട്ടല്ലേ കേൾക്കുന്നത്. കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടോ, നമുക്കെന്ത്. ഞങ്ങൾക്ക് അറിയാം, കാരണം അവിടുത്തെ നാട്ടുകാർ എങ്ങനത്തെ നാട്ടുകാരാണെന്നും ഞങ്ങളോടുള്ള മനോഭാവം എങ്ങനെയാണെന്നും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. മനോഭാവം മാത്രമല്ല, നമുക്ക് എങ്ങനെയാണ് പെരുമാറിയെന്നും നമ്മൾ എങ്ങനെയാണ് ഉപദ്രവിക്കാൻ വന്നതെന്നും നമുക്കറിയാം. അതെന്തുകൊണ്ടാണെന്നൂടെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ പ്രശ്നേശ. നമ്മൾ കടയിൽ പോയിട്ട് അവിടുത്തെ സെയിൽസ്മാൻ്റെ നോട്ടം ശരിയായില്ല, അവിടുത്തെ മണ്ണക്കിരുന്ന പൊടി എന്നെ നോക്കി കൊഞ്ഞണം കുത്തി കാണിച്ചു, ഇതിലെ പറന്നുപോയ കീടാണു എന്നെ നോക്കി നാക്ക് നീട്ടി കാണിച്ചു, അതിലെ പോയ ചേട്ടന് വൃത്തിയില്ല, ഇങ്ങനെ പറഞ്ഞ് നാട്ടിൽ മൊത്തം പ്രശ്നവും ബഹളവും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന നിങ്ങളെ പ്രശ്നേഷായിട്ട് നാട്ടുകാരും കാണും. നിങ്ങൾ പറയുന്ന വിശ്വസിക്കത്തില്ല, നിങ്ങളുടെ കൂടെ നിൽക്കില്ല. ഈ നിങ്ങൾ പറയുന്ന എല്ലാം ശരിയാണെന്ന് തന്നെ വെച്ചോ, മൊത്തം നിങ്ങൾ പറയുന്നത് ശരി. സോഷ്യൽ മീഡിയ നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. കാരണം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടിയ കാട്ടായങ്ങൾ അതൊക്കെയാണ്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പറയുന്നതിൽ ആർക്കും വിശ്വാസമില്ല. നിങ്ങളൊരു ഇല്ലാത്തൊരു സാധനത്തെ ഊതിപ്പെരിപ്പിച്ച് കാണിക്കുന്ന ഒരുത്തനാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ ബ്രാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പ്രശ്നേഷ്, അതാണ് നിങ്ങളുടെ ബ്രാൻഡ്. നിങ്ങളെ വിശ്വസിക്കില്ല. നിങ്ങൾ അങ്ങനെ ഒരു പ്രശ്നം നാട്ടുകാരുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ തണ്ടികളുണ്ട്, നമ്മളെല്ലാത്തിനും കുറ്റപ്പെടുന്ന നാട്ടുകാർ തണ്ടികളുണ്ട്. പക്ഷെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ടാവും. പിന്നെ നാട്ടുകാരെ നോക്കിയിട്ട് കാര്യമില്ല, നമ്മുടെ ജീവിതം നോക്കുക. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഇവിടെയും ചീത്തപ്പേര് വെക്കുന്നില്ലേ. അപ്പൊ നമുക്ക് തോന്നിയെങ്കിൽ നാട്ടുകാർക്ക് തോന്നി തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള തെളിവ് വെച്ചിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ടീംസ് ഒക്കെ അകത്താണ്. അത് എന്തായാലും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. കാരണം എൻ്റെ വീട്ടുകാരെ ഇവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ നാട്ടുകാരും അത്യാവശ്യം കുറച്ച് പൈസയ്ക്ക് വേണ്ടി നടക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉൾപ്പെടെ ഇതിനകത്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് എനിക്ക് ചെയ്യാനുള്ള കളികൾ ഞാനും കളിച്ചോളാം. നമ്മളല്ല കേട്ടോ, നമ്മൾ ഇൻഫ്ലുവൻസർ അല്ല. നമ്മൾ ജസ്റ്റ് വീഡിയോ ഇടുന്നതിന് 2 നമുക്ക് പൈസ കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മളല്ലേ ഇതിനകത്ത്, നമ്മൾ ഗാലറിയിലില്ല. ഇതിനകത്ത് ബേസിക് ആയിട്ട് നമ്മൾ പറയുമ്പോഴത്തേനും ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു കുടുംബം ആകുമ്പോഴത്തേനും ആ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നത്തെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു, ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിലാണ് നമ്മുടെ കഴിവിരിക്കുന്നത്. ആ കഴിവ് താങ്കൾക്കില്ല എന്നുള്ളത് നമുക്ക് വളരെ നല്ല രീതിയിൽ ബോധ്യമായി. അപ്പോൾ എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു കഴിവുണ്ടാക്കി പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്യുക. ഈ വിഷയത്തിൽ ഇനി ഞാൻ അറസ്റ്റ് ആകില്ല, എനിക്കൊരു പ്രശ്നം വരില്ല എന്ന് ചിന്തിച്ചാണ് നിങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അധികം താമസിക്കാതെ അറസ്റ്റ് പോകും. അവർ പോയിട്ട് നിങ്ങളുടെ വഴി വീണ്ടും കേസ് കൊടുക്കും, ഡിഫെയിം ചെയ്യാന്ന് പറഞ്ഞിട്ട്. കാരണം അവരിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നും കാണുന്നില്ല. സോ സേഫായിട്ട് കളിക്കുക സുഹൃത്തെ.
അല്ലെങ്കിൽ ജയിലിൽ കിടക്കുക. നമുക്ക് അടുത്ത കണ്ടന്റ് കിട്ടും. അടുത്ത വീഡിയോ ഇട്ട് തരാം. മറ്റു വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ.